പാരോസ് പ്ലാനറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളതെന്നാണ്. അപ്പോൾ എന്തിനാണ് വന്നതെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഡൽഹിക്ക് പോകുന്നത് മുന്നേട്ടന് അവിടെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പം പറയുമോ അതിൻ്റെ ഡീറ്റെയിൽസ്? ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ട്, റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ട് IEEE. അപ്പോൾ അതിനുവേണ്ടി അത് 28-29 3 ദിവസത്തെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി അതിന് പോകണമായിരുന്നു. ഓൺലൈൻ ഓപ്ഷനും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ഓൺലൈൻ ഓപ്ഷൻ്റെ പറ്റി ആദ്യം ഇതിൻ്റെ പറ്റി ആലോചിച്ച സമയത്ത് ഓൺലൈൻ പ്രസൻറ്റേഷനും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ ഓർത്ത് പോയേക്കാവുന്നു. അപ്പോഴാണ് ആലോചിച്ചത് മഞ്ജുവിൻ്റെ കുഞ്ഞമ്മയൊക്കെ അവിടെ ഉണ്ട്, എന്നാൽ പിന്നെ മൂന്നോട്ടിനെയും മഞ്ജുവിനെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന്. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് 7:20-നാണ്. അപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. രാത്രി ഇന്നലെ ഉറങ്ങിയില്ല. അതെ, ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം, നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നു നമ്മൾ ബാംഗ്ലൂരൊക്കെ മാളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ചെന്നതിന് ശേഷം ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങി. അപ്പോൾ അത് കാരണം നമുക്ക് രാത്രിയിൽ ഉറക്കം വന്നില്ല, മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് പിന്നെ രാവിലെ 3:30 ആയപ്പോഴത്തേക്ക് എണീക്കുകയും ചെയ്തു. എണീച്ച് നമ്മൾ എത്ര മണിക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു? 4:20 ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. ഇവിടെ 5:20 ആയപ്പോഴത്തേക്ക് എത്തി വന്നു. അപ്പം തന്നെ ചടപടേന്ന് ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 7:20-നാണ്. കുറച്ചേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി രാവിലെ എഴുന്നേറ്റിട്ട് ക്ഷീണമാണ്. അപ്പം എല്ലാവർക്കും ഉണ്ട്. ഇത് പറഞ്ഞില്ലേ ഉറങ്ങിയില്ല. അപ്പം നമ്മൾ ഡൽഹിയിൽ കുഞ്ഞമ്മ വരുമായിരിക്കും. ആ കുഞ്ഞമ്മയെ അല്ലെങ്കിൽ വണ്ടി വിടുമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞില്ല, നമ്മളിങ്ങോട്ട് വന്നതൊക്കെ കാണണ്ടേ, എയർപോർട്ടിൽ വരെ എത്തിയതും അവിടുത്തെ കുറച്ച് എന്താ പ്രൊസീജിയേഴ്സ് അല്ലേ. പറപ്പിച്ചു വിട്ടു. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 35 മിനിറ്റ് കൊണ്ട്. വളരെ അതുപോലെ രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ലായിരുന്നു. തിരക്കുണ്ട് രാവിലെ ആണെങ്കിൽ എന്നാ വിടി. പക്ഷെ നമ്മളെങ്കിലും കിടക്കേണ്ടതായിട്ട് വന്നില്ല. വണ്ടി റോഡ് നിറയെ വണ്ടിയുണ്ട്. പക്ഷേ അടിച്ചു പൊളിച്ചു, അടിച്ച് തകർത്ത് തരിപ്പണമാക്കി പൊളിയിട്ട് അടിപൊളി. ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടോ? 3 പേര് സെയിം. ഓൾറെഡി സുനാൻ ചെയ്ത് ഉണ്ടായിരുന്നു, ഈ ടീഷർട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ അവിടെ ഫിനിക്സ് മാളിൽ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സെയിം കളർ സെയിം ഡിസൈൻ കിടക്കുന്നു. അപ്പോൾ ഞാനൊരെണ്ണം വാങ്ങി, അപ്പോൾ മോനോട്ടിന് ഒരെണ്ണം വാങ്ങി. അപ്പോൾ ഇപ്പോൾ എല്ലാം സെയിം ബട്ട് ഡിഫറെൻറ്റ് എല്ലാവരുണ്ടാ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ട് കേട്ടോ ഞങ്ങൾ വന്നത്. ഓക്കെ. അപ്പോൾ വെളുപ്പിനെ 4:20 ആയപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ടെർമിനൽ 2-ലേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വേറെ ഏതോ രാജ്യത്തെത്തിയ ഒരു ഫീലാണ് തോന്നിയത്. ഒരു സിംഗപ്പൂരോ ദുബായിയോ അതുപോലെയൊക്കെയുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു എയർപോർട്ടിൽ എത്തിയപ്പോൾ തോന്നിയത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെക്കിങ്ങിന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ID കാർഡൊക്കെ കാണിച്ച് മൊബൈലിൽ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിലെത്തി നമ്മുടെ ബാഗ് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു. പെർ പേഴ്സണ് 20 kg ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കയ്യിൽ വലിയ 2 ബാഗാണ് ഉണ്ടായിരുന്നത്. അത് 2 നമ്മൾ കൊടുത്തു. ഹാൻഡ് ബാഗ് കയ്യിലുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് ബാഗും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എയർപോർട്ടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം കേട്ടോ. കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല രസമുണ്ട്. ഈ കാണുന്ന നമുക്ക് ദൂരെ നോക്കുമ്പോൾ തോന്നും പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണെന്ന് തോന്നും. പക്ഷേ ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ. ഒരു ക്രിസ്മസ് ട്രീ മോഡൽ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു
മുകളിലത്തെ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം കാണാൻ ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ടൈം 5:30 ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒരുപാട് സമയമുണ്ട്. 7:20ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇന്ന് കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ഗേറ്റ് ഏത് ഗേറ്റ്? 18 30 13 ഓക്കെ. സ്റ്റോളാണ് ബുക്കെല്ലാം വാങ്ങി അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് വായിച്ച് തീരും. റേറ്റ് അതായിട്ട് പ്ലാനറ്റ് എൻ്റെ ആണോ? പ്രെയർ പ്ലാനറ്റ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ വീഡിയോസൊക്കെ, കാരണം ഒത്തിരി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഒക്കെ നടക്കുമായിരുന്നു. ചെറിയ ചെറിയ റീൽസൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു വെറുതെ. അപ്പോൾ ഗേറ്റിൻ്റെ അവിടോട്ടേക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നു നേരെ അവിടെ ജസ്റ്റ് ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ തന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുമായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണ് കേട്ടോ. ടൈം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ മാറിപ്പോയി ഇരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓപ്പൺ ആയായിരുന്നു, ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഏതാ? ഇതായിരിക്കുമോ? അല്ലല്ലോ, എയർ ഇന്ത്യ ആൾക്കാരെന്തോ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാരില്ല, ഒരാള് അവിടെ നിന്ന് എന്തോ എനിക്ക് തോന്നുന്നു അവരുടെ ഫ്ലൈറ്റ് മിസ്സായി പോയെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് എവിടെയും നമ്മൾ പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. ജസ്റ്റ് എന്നാൽ ഇനി നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഇനി 1 മണിക്കൂറോടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഗേറ്റ് തുടങ്ങി ഞങ്ങൾ അവിടെ ചെന്നു. നേരെ നിൽക്കേണ്ടി ഒന്നും വന്നില്ല. പെട്ടെന്ന് വന്ന് ഫ്ലൈറ്റിലിരുന്നത് മാത്രം ഓർമ്മയുണ്ട്. आज की हमारी उड़ान पर क्रू इंग्लिश, हिंदी और पंजाबी बोल सकते हैं। एयर इंडिया जो कि स्टार अलायंस का हिस्सा है, अपने लॉयल्टी प्रोग्राम फ्लाइंग रिटर्न्स के साथ बेजोड़ रिवॉर्ड्स पेश करता है। इस प्रोग्राम के साथ जुड़ने और इसका लाभ उठाने के लिए हमारी वेबसाइट airindia.com पर लॉगिन करें। हम आशा करते हैं कि आप हमारी सेवाओं का आनंद लें और आपकी उड़ान सुखद हो। धन्यवाद। Dear guests, we are pleased to welcome you aboard Air India. A special welcome to all our flight attendants and Star Alliance members. Our flight AI 513 is from Bangalore. कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएंगे। ऑक्सीजन मास्क अपनी ओर खींचें, नाक और मुंह पर लगाएं और सामान्य रूप से सांस लेते रहें। अपना मास्क लगाने के बाद अपने सहयात्रियों की मदद करें। इस विमान में 8 हवा ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് പൊങ്കൽ, പിന്നെന്താ വടയില്ലേ, ഉഴുന്നുവട സാമ്പാർ ഒഴിച്ചത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു യോഗട്ട്, പിന്നെ ഒരു കാണുന്ന ബണ്ണ് പോലത്തെ ഇതിൽ അതും കിട്ടി. ഞാനും മോനോട്ടിനും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഞാൻ യോഗട്ട് മാത്രം എടുത്ത് കഴിച്ചു. എനിക്ക് പൊങ്കലൊന്നും ഇഷ്ടമല്ല. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും നോൺ വെജ് ആയിരുന്നു ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇതെന്തോ പൊങ്കൽ എനിക്കിഷ്ടമായില്ല. അപ്പോൾ മോനോട്ടിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം പറയും. അപ്പോൾ നമ്മളിപ്പം ഓൺ ടൈമാണ്. ഏകദേശം അടുത്ത ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. 17 ഡിഗ്രിയാന്ന് പറയുന്നതായിട്ടും ഡൽഹിയിൽ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനൊന്നും കഴിച്ചിട്ടില്ല. മഞ്ജു ഏതാണ്ട് ഇച്ചിരി കഴിച്ചു, ഞാൻ ഇച്ചിരി കഴിച്ചു. നീയോ ഇപ്പം ലാൻഡ് ചെയ്യും? ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തി, കളക്ട് ചെയ്തു. നമ്മളിനി നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.